എല്ലാവർക്കും മല്ലുകൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്ന് രാത്രിയും സിനിമകളുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് ഹാഡ് ആൻഡ് സീക്ക് എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. വിശ്വനാഥാണ് സിനിമയിലെ നായകൻ. ഇതൊരു ക്രൈം ത്രില്ലർ സിനിമയാണ്. ഈ സിനിമ ഇന്ന് ആഹാ തെലുങ്കിൽ OTT റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് പൊമ്പളയൊരുമ എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു മലയാള സിനിമയാണ്. ഈ സിനിമ ഇന്ന് മനോരമ മാക്സിൽ OTT റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഹസ്തകർമ്മ എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഹൊറർ മിസ്റ്ററി മൂവിയാണ് ഹസ്തകർമ്മ. ഈ ചിത്രം ഇന്ന് സിംപ്ലി സൗത്തിൽ OTT റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് മിസ്സിയോ എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. സിദ്ധാർത്ഥ് അശികയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതെന്ന സിനിമ OTT റിലീസ് ആയിരിക്കുകയാണ്. സിനിമ ഇപ്പോൾ എല്ലായിടത്തും സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് സൂക്ഷ്മദർശിനി എന്ന സിനിമയെ കുറിച്ചാണ്. തിയേറ്ററിൽ നിന്ന് 50 കോടി സിനിമ കളക്ഷൻ നേടി. ഈ സിനിമയുടെ HD പ്രിന്റ് ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നസ്രിയ ബേസിലാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈയൊരു ത്രില്ലർ സിനിമ ഇന്ന് രാത്രിയാണ് OTT റിലീസ്. ഹോട്ട്സ്റ്റാറിൽ ഇന്ന് 12 മണിക്ക് എല്ലാ ലാംഗ്വേജിലും ഈ സിനിമ അവൈലബിൾ ആയിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് മാക്സ് എന്ന സിനിമയെ കുറിച്ചാണ്. കിച്ച സുദീപ്, വരലക്ഷ്മി, സംയുക്ത ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. ആക്ഷൻ ഡ്രാമ മൂവിയാണ്. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നല്ല വരവേൽപ്പാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അത്ര മികച്ച കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ മാക്സ് എന്ന സിനിമ OTT റിലീസ് ആയിരിക്കുകയാണ്. ഈ സിനിമയുടെ തമിഴ് വെർഷനാണ് എന്തുസ്യാൻ എന്ന OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ആയിരിക്കുന്നത്. മാക്സ് എന്ന സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ബ്രേക്ക് ഔട്ട് എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. ഇന്നാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സബർമതി എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. ഇന്നാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സീക്രട്ട് എന്ന സിനിമയെ കുറിച്ചാണ്. ധ്യാൻ ശ്രീനിവാസൻ നായകനായ സിനിമയായിരുന്നു സീക്രട്ട്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഈ ചിത്രം ഇന്ന് മനോരമ മാക്സിൽ OTT റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബേബി ജോൺ എന്ന സിനിമയെ കുറിച്ചാണ്. വരുൺ ധവാൻ, വാമിക, കീർത്തി സുരേഷ് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT എത്തിയിരിക്കുകയാണ്. ഇതൊരു ആക്ഷൻ ഡ്രാമ മൂവിയാണ്. ബേബി ജോൺ എന്ന സിനിമയുടെ HD പ്രിന്റാണ് ഇപ്പോൾ ലീക്കായിട്ട് വന്നിരിക്കുന്നത്. ഒഫീഷ്യൽ OTT അല്ല റിലീസായിരിക്കുന്നത്. ബേബി ജോൺ എന്ന സിനിമ എല്ലായിടത്തും ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് വിടുതലൈ പാർട്ട് 2 എന്ന സിനിമയെ കുറിച്ചാണ്. വിജയ് സേതുപതി, മഞ്ജു വാര്യർ, സൂരി ഭവാനി ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് വിടുതലേക്ക് ലഭിച്ചത്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. C5 ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സിനിമ ലീക്കായിട്ട് വന്നിരിക്കുകയാണ്. വിടുതലെ സിനിമയുടെ HD പ്രിന്റാണ് ഇന്ന് ലീക്കായിട്ട് വന്നിരിക്കുന്നത്. സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ഓശാന എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിലെ നായകൻ. ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് മോശം അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ മനോരമ മാക്സ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇതുവരെ സിനിമ റിലീസായിട്ടില്ല. ഈ ആഴ്ച തന്നെ ഓശാന എന്ന സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് അയാം കാതലൻ എന്ന സിനിമയെ കുറിച്ചാണ്. നസ്ലിൻ കേന്ദ്ര കഥാപാത്രമായ സിനിമയായിരുന്നു കാതലൻ. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് കാതലൻ എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ ഈ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. മനോരമ മാക്സിൽ ജനുവരി 17 കാതലൻ സിനിമ OTT റിലീസ്. ഒഫീഷ്യൽ തീയതി ആയതുകൊണ്ട് മാറ്റം വരില്ല. ചിലപ്പോൾ ഇതിനു മുൻപായിട്ട് ആമസോൺ പ്രൈമിൽ സിനിമ സർപ്രൈസ് ആയിട്ട് വരാനും സാധ്യതയുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയെ കുറിച്ചാണ്. നാദൃശ്യ സംവിധാനം ചെയ്ത സിനിമയാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. അർജുൻ അശോകൻ, ദേവകി സഞ്ജയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ സിനിമ ഫ്ലോപ്പായിരുന്നു. ഇതൊരു ത്രില്ലർ റൊമാൻറ്റിക്കൽ മൂവിയാണ്. റിയാസ് ഖാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുടെ OTT ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി മാസത്തിലായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്ത ആഴ്ച സിനിമ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ഉണ്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് ത്രയം എന്ന സിനിമയെ കുറിച്ചാണ്. ഡയാന, അനാർക്കിളി, ധ്യാൻ ശ്രീനിവാസൻ, നിരഞ്ജന, സണ്ണി വെയിൻ, അജു വർഗീസ് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ത്രയം എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം സിനിമ റിലീസാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് പോസ്റ്റ്പോൺ ചെയ്തു. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ മനോരമ മാക്സ് ത്രയം എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് അടുത്ത ആഴ്ചയായിരിക്കും.
എക്സ്പയറി ഡേറ്റ് നോക്കിയാൽ ജനുവരി 20 ത്രയം എന്ന സിനിമ മനോരമ മാക്സിൽ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് നടികൾ എന്ന സിനിമയെക്കുറിച്ചാണ്. ടോവിനോ തോമസ്, സൗബിൻ ഷാഹിർ, ഭാവന, ബാലു വർഗീസ്, അനൂപ് മേനോൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി ഡ്രാമ മൂവിയാണ്. തിയേറ്ററുകളിൽ 8 നിലയിൽ പൊട്ടിയ സിനിമയായിരുന്നു നടികർ. ഈ സിനിമയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി മാസത്തിൽ നടികർ എന്ന സിനിമ റിലീസിനെത്തിയേക്കും. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 25 നടികർ എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബറോസ് എന്ന സിനിമയെക്കുറിച്ചാണ്. മോഹൻലാലിൻ്റെ സംവിധാന സിനിമയായിരുന്നു ബറോസ്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ബറോസ് ഒരു 3D സിനിമയായിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബറോസ് എന്ന സിനിമ കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോഴത്തെ സിനിമയുടെ OTT ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചിരിക്കുകയാണ്. ഈ മാസം 25 ഹോട്ട്സ്റ്റാറിൽ ബറോസ് എന്ന സിനിമ റിലീസുണ്ട്. ഈ സിനിമയുടെ HD പ്രിന്റ് നേരത്തെ ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അടുത്തൊരു അപ്ഡേറ്റ് പുഷ്പക വിമാനം എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ബാലു വർഗീസ്, സിജു വിൽസൺ ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് പുഷ്പക വിമാനം. ഈ സിനിമയുടെ OTT സൈനാപ്ലേ വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി 20 സൈനാപ്ലയിൽ പുഷ്പക വിമാനം എന്ന സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ED എന്ന സിനിമയെക്കുറിച്ചാണ്. സുരാജ് വെഞ്ഞാറമൂട് നായകനായ സിനിമയായിരുന്നു ED. എക്സ്ട്രാ ഡീസൻ്റ് എന്ന സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. സുരാജ്, റാഫി, ശ്യാം, ഗ്രേസ് ആന്റണി ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ED എന്ന സിനിമയുടെ OTT വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ED എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. അടുത്ത വീക്കിലായിരിക്കും സിനിമയുടെ റിലീസ്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 22 ED എന്ന സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയെക്കുറിച്ചാണ്. ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ ആദ്യത്തെ 100 കോടി സിനിമയാണ് മാർക്കോ. മാർക്കോ സിനിമ ഇപ്പോഴും ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണിമുകുന്ദൻ, ജഗദീഷ്, സിദ്ദിഖ് ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. 27 കോടിക്കാണ് മാർക്കോ സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ HD പ്രിന്റ് ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഒഫീഷ്യൽ OTT എത്തിയിരിക്കുകയാണ്. ജനുവരി ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ വാരമായിരിക്കും മാർക്കോ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയെക്കുറിച്ചാണ്. ഭാവന കേന്ദ്ര കഥാപാത്രമായ സിനിമയായിരുന്നു ഹണ്ട്. തിയേറ്ററിൽ നിന്ന് പോസിറ്റീവ് റെസ്പോൺസ് ആണ് സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമയുടെ OTTക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഹണ്ട് എന്ന സിനിമ ഒരു ഹൊറർ മിസ്റ്ററി സിനിമയാണ്. ഈ സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഇപ്പോഴിതാ ഹണ്ട് എന്ന സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഉടനെ തന്നെ ആമസോണിൽ സ്ട്രീമിംഗ് ചെയ്യും. ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചയായിരിക്കും ഹണ്ട് എന്ന സിനിമയുടെ OTT റിലീസ്. ജനുവരി 22 മുന്നേ ഹണ്ട് എന്ന സിനിമ ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പണി എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ജോജു ജോർജാണ് സിനിമയിലെ നായകൻ. അതുപോലെ ഒരുപാട് താരനിര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സോണി ലിവാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജനുവരി 16 സിനിമയുടെ OTT റിലീസ്. ഒഫീഷ്യൽ തീയതി ആയതുകൊണ്ട് ഈ ഡേറ്റിൽ മാറ്റം വരില്ല. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയെക്കുറിച്ചാണ്. സിദ്ദിഖ്, ദുർഗ, മാളവിക, ഷൈൻ ടോം ചാക്കോ, നിതാ പിള്ളൈ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു റിയൽ സ്റ്റോറി പറഞ്ഞു പോകുന്ന സിനിമയാണ്. തങ്കമണി എന്ന സിനിമയുടെ OTTക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. റിലീസായിട്ട് 1 വർഷം കഴിഞ്ഞു. നല്ല ഹൈപ്പോട് കൂടിയാണ് തങ്കമണി വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈമിൽ തങ്കമണി എന്ന സിനിമയുടെ റിലീസ് ഉണ്ടാവാൻ പോവുകയാണ്. ഈ ജനുവരി മാസത്തിൽ തങ്കമണി എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസായേക്കും. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.